ഹലോ ഗൈസ്, ഇന്ന് ഞാനും ജാനിയും കൂടി എവിടെയെങ്കിലും കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറേ നാളായി പ്ലാൻ ചെയ്യുന്ന. ആകെ നമ്മൾ പോണത് ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അടുത്തുള്ള ഒരു പാർക്കെന്ന് പറയാൻ പറ്റില്ല, വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലത്തൊക്കെ പോയിട്ട് കൈയും കാലം എത്തില്ലെങ്കിലും ജാനിനെ ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിലൊക്കെ ഒന്ന് കയറും. പക്ഷേ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം അത് വേണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം. അപ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഫിക്സ് ചെയ്തൊരു സ്ഥലമാണ് ഹിൽ പാലസ്. ഹിൽ പാലസ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാ ദിവസവും ഓപ്പണാണ്. മൺഡേ മാത്രമായിട്ട് ഇവിടെ അവധിയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ജാനി പോണത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും അവൾക്ക് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അവിടെ ചെന്നപ്പോഴും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോഴും ഇതിൻ്റെ വീഡിയോസ് കാണുമ്പോഴേക്കും എനിക്ക് ഇനിയും പോകണം, നമുക്ക് പോകാമെന്നൊക്കെ ഇപ്പോൾ തന്നെ പോകാമെന്നാണ് ജാനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ജാനി അതായിട്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാൻ ജാനീനെ ഈ ഒരു സ്ഥലം കാണിച്ചു കൊടുക്കണമെന്നും പറഞ്ഞു കൊടുക്കണമെന്നും മണിച്ചിത്രത്താഴ് സിനിമയുടെ അടിസ്ഥാനത്തിലാട്ടോ. അപ്പോൾ ജാനി എപ്പോഴും അതിൽ കൂടി നടക്കുമ്പോഴേക്കും എന്നോട് അന്വേഷിക്കണം, എവിടെ നാഗവല്ലി എവിടെ, ഇങ്ങനെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ഒരുപാട് വീഡിയോസ് എടുത്തു, ഒരുപാട് ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, കുറച്ച് ജാനി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. കാരണം നിങ്ങൾ എൻ്റെ ഷോർട്സിൽ മാത്രം കണ്ടിട്ടുള്ളൊരു മുഖമാണ് ജാനിയുടെ മുഖം. അപ്പോൾ ഷോർട്സ് എന്ന് പറയുമ്പോഴേക്കും കുട്ടികളുടെ വീഡിയോ ഇടുമ്പോഴേക്കും അധികം ആളിലേക്ക് ഇപ്പോൾ എത്തണില്ല എന്നെ സംബന്ധിച്ച്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് അപ്പോൾ ജാനിനെ കുറിച്ച് കുറച്ച് പറയുകയും ചെയ്യാം. അതേപോലെ തന്നെ എനിക്ക് ഹിൽ പാലസിൻ്റെ ചരിത്രമൊക്കെ നിങ്ങൾക്ക് പറയുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം നമുക്ക് ഹിൽ പാലസിൻ്റെ ചരിത്രത്തിൽ നിന്ന് തുടങ്ങാം. അതിനുശേഷം കുറച്ച് പോകെ ഞാൻ നിങ്ങൾക്ക് ജാനിനെ പരിചയപ്പെടുത്തി തരാം. പിന്നെ നമുക്ക് ഇവിടെ ഹിൽ പാലസിൽ പോയ വിശേഷങ്ങളും ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. ഇങ്ങനെ 3 സെക്ഷൻ ആയിട്ടാട്ടോ ഈ വീഡിയോ പോണത്. അത്യാവശ്യം ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ പറയാൻ ടൈം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇടയ്ക്ക് മിസ്റ്റേക്ക് വരും, പക്ഷേ ഞാനത് കട്ട് ചെയ്യാൻ തയ്യാറല്ല. കാരണം ഇതിപ്പോൾ തന്നെ കുറേ നേരമായി വോയിസ് ഓവർ ചെയ്യണം. ലാസ്റ്റ് ഞാൻ വിചാരിച്ചതാണ് ഓക്കെ ഇങ്ങനെ 3 പ്രാവശ്യമായിട്ട് പറയാം, അപ്പോൾ എനിക്ക് അത്യാവശ്യം ലെങ്ത്തും കിട്ടുമെന്ന് വിചാരിച്ചാട്ടോ വീഡിയോ തുടങ്ങാം. ഓക്കെ, ആദ്യം ഞാൻ പറയാൻ പോണത് ഹിൽ പാലസിനെ കുറിച്ച്. കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയവും കൊച്ചി രാജാക്കന്മാരുടെ ഭരണസിരാ കേന്ദ്രവുമായിരുന്നു 1865 തൃപ്പൂണിത്തുറയിൽ പണി കഴിപ്പിച്ച ഹിൽ പാലസ്. കൊച്ചി മഹാരാജാവ് ശ്രീ ശക്തൻ തമ്പുരാൻ തൻ്റെ സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ച് 1865 പണി കഴിപ്പിച്ചതാണ് ഹിൽ പാലസ്. 1980 കൊച്ചി രാജകുടുംബം ഈ കൊട്ടാരം കേരള സർക്കാരിന് കൈമാറി. പിന്നീട് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലായ ഹിൽ പാലസ് 1986 മ്യൂസിയമായി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. പ്രശസ്തമായ മലയാള ചലച്ചിത്രം മണിച്ചിത്രത്താഴ് ഉൾപ്പെടെ നിരവധി ചലച്ചിത്രങ്ങൾ ഈ കൊട്ടാരത്തിൽ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. 54 ഏക്കറിൽ തദ്ദേശീയ ശൈലിയിലുള്ള 49 കെട്ടിടങ്ങളടങ്ങുന്ന ഈ കൊട്ടാരത്തിൽ ഹിൽ പാലസ് പുരാവസ്തു മ്യൂസിയം, ഹെറിറ്റേജ് മ്യൂസിയം, ഡിയർ പാർക്ക്, കുട്ടികളുടെ പാർക്ക് എന്നിവ ഉൾക്കൊള്ളുന്നു. കൊട്ടാരത്തിന് ചുറ്റും നിരവധി ഔഷധ സസ്യങ്ങളും ഉണ്ട്. 1991 മ്യൂസിയം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. നിലവിലിവിടെ 11 ഗ്യാലറികളുണ്ട്. കൊച്ചി മഹാരാജാവും രാജകുടുംബാംഗങ്ങളും ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, പുരാതനമായ ശിലാഫലകങ്ങൾ, ശില്പങ്ങൾ, നാണയങ്ങൾ തുടങ്ങി നിരവധി വസ്തുക്കൾ മ്യൂസിയത്തിലുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ചെറുതായിട്ട് ജാനിയുടെ പാട്ട് കേൾക്കാൻ പറ്റും. കാരണം ജാനി ഇവിടെ പാട്ട് പാടി ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ജാനിയിലേക്ക് വരാം. ജാനി എൻ്റെ ചേച്ചിയുടെ കുട്ടിയാണ്. വെറും 5 വയസ്സുള്ളൊരു കുഞ്ഞു പൈതലാണ്. പക്ഷേ ഞാനായിട്ട് ഭയങ്കര കൂട്ടാണ് കേട്ടോ. ഭയങ്കര കൂട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പം മുതലേ ഭയങ്കര കൂട്ടാണ്. അതായത് എൻ്റെ ഏറ്റവും മോശം സമയം ഏറ്റവും നല്ല സമയമൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണ് ജാനി. ഇടയ്ക്ക് ജാനിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. വേറെ ഒന്നും കൊണ്ടല്ല ഗെയ്സ്, കാരണം ഇത്രയും ചെറിയ കുട്ടി നമ്മളെങ്ങനെ ഇത്രയും മനസ്സിലാക്കുന്നു എന്ന് ആലോചിക്കുക. അതായത് പണ്ട് എൻ്റെ ഏറ്റവും മോശം സമയത്ത് ജാനി എന്നെ കാണുകയും അല്ലെങ്കിൽ എനിക്ക് അത്രയും ഞാൻ എൻ്റെ ലൈഫ് ഓക്കെ ഫുൾ സ്റ്റോപ്പ് ഇടാമെന്ന് വിചാരിച്ച സമയത്ത് വരെ ഞാൻ അവസാനമായിട്ട് കയ്യിലെടുക്കുന്നതും അവസാനമായിട്ട് സംസാരിക്കാനും ജാനിനോടാണ് കേട്ടോ. ജാനി എന്നെ എപ്പോഴും വിളിച്ച് ചിറ്റിയെന്ന് കരഞ്ഞോ, അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും, ചിരിക്കില്ലേ, അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ജാനിനെ കുറിച്ച് പറയാനായിട്ട് കുറേ ഉണ്ട്. നല്ലൊരു ആക്റ്റീവ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. നല്ലോണം ഡാൻസ് കളിക്കും, നല്ലോണം പാട്ട് പാടും, നല്ലോണം അഭിനയിക്കും. അതുപോലെ ഒരുപാട് റീൽസൊക്കെ എടുക്കൂട്ടെ. ലിപ്സിങ്കൊക്കെ നല്ല രസമായിട്ട് തന്നെ ചെയ്യും. ഭയങ്കര ആക്റ്റീവാണ്. പക്ഷെ നമ്മളങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങുമ്പോഴേക്കും അധികം ആൾക്കാരോട് സംസാരിക്കാത്തൊരു കൂട്ടത്തിലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ചൊരു ചെറിയ പരിപാടികളുടെ ഭാഗമൊക്കെ ആയിട്ട് കുറച്ചധികം നാൾ ഇവിടെ വന്ന് നിൽക്കാൻ കാരണം ആൾ എന്നായിട്ട് ഫസ്റ്റ് ടൈം ഇച്ചിരി കൂടി കൂടുതൽ കൂട്ട് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഞാൻ എപ്പോഴും അങ്ങനെ ഒരു നല്ലൊരു ബന്ധം നമ്മുടെ ഇടയിൽ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ നല്ലൊരു കൂട്ടുകാരായിട്ടാണ് ഞാൻ മെയിനായിട്ട് കാണാറ്. അതിപ്പോൾ ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണെങ്കിലും ശരി കേട്ടോ, നല്ലൊരു കൂട്ടുകാരൻ.
അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ ഒരുമിച്ചാട്ടോ, നമ്മൾ ഒരുമിച്ചാണ് എണീക്കണത്, ഒരുമിച്ച് തന്നെ. അപ്പോൾ ജാനിക്കത് ഭയങ്കര ഇഷ്ടം അങ്ങനെ പറയാനായിട്ട്. ഒരുമിച്ച് എണീക്കുന്നു, ഒരുമിച്ച് പല്ല് തേക്കുന്നു, ഒരുമിച്ച് ചായ കുടിക്കുന്നു, ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു, ഒരുമിച്ച് ഉറങ്ങുന്നു. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ഇവിടെ വന്നപ്പോഴേക്കും ജാനിയുടെ ഡെയിലി റുട്ടീൻ തന്നെ ഭയങ്കരമായിട്ട് ചേഞ്ചായി. വെളുപ്പിന് എണീക്കുന്നു, അതായത് സൂര്യൻ ഉദിക്കണം മുമ്പ് എണീക്കുന്നു, നമ്മൾ ഒരുമിച്ച് സൂര്യൻ ഉദിക്കണത് കാണാൻ പോകുന്നു, പല്ലൊക്കെ തേച്ചിട്ട് കാണാൻ പോകുന്നത്, ഡെയിലി പല്ല് തേക്കുകയൊക്കെ ചെയ്യും, വയറരച്ച് ഫുഡ് കഴിക്കും കറക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അതേപോലെ തന്നെ ഹാപ്പി ആയിട്ട് പുറത്ത്. അതായത് നമ്മൾ ജാനിക്ക് ഇങ്ങനെ തണുപ്പ് ഭയങ്കര ഇഷ്ടമായിട്ട്, ജാനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ ഞാൻ ഇവിടുന്ന് ആക്ഷൻ കാണിക്കുക പറയുന്നു, ഭയങ്കര തണുപ്പൊക്കെ ഉള്ള സ്ഥലത്ത് പോകാൻ ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ചാൽ ഈ ഇപ്പോഴത്തെ ക്ലൈമറ്റ് സൂപ്പറാണല്ലോ. തണുപ്പത്ത് ഇരുന്ന് പല്ലൊക്കെ തേച്ച് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. പിന്നെ നമ്മളൊരു 8-8:30 ആകുമ്പോഴേക്കും നമ്മൾ വെയിൽ കൊള്ളാൻ പോകും അല്ലേ. നമുക്ക് രണ്ടുപേർക്കും വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് വെയിലൊക്കെ കൊള്ളും. അങ്ങനെ ഇപ്പോൾ കുറച്ചാളായിട്ട് ക്ലാസ്സൊക്കെ കട്ടാക്കിയിട്ടുണ്ട്. ഇനി കുട്ടി നല്ല മെഡിക്കായിട്ട് പോകണം. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ കാര്യത്തിലേക്ക് വരാം. ഇവിടെ പോയപ്പോഴേക്കും ഞാൻ കുറച്ച് പേടിച്ചത് ഈ സ്ഥലം കാണുമ്പോഴാട്ടോ. ഈ സ്ഥലത്ത് ഞാൻ പ്രേതമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുപോയത്. പിന്നെ മാനയെ കണ്ടപ്പോൾ ആൾ ഹാപ്പിയായി. ആദ്യം ഇത്തിരി പുല്ലും പച്ചയൊക്കെ പറിച്ചു കൊടുക്കാൻ പേടിയുണ്ടെങ്കിലും ഓക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് അകത്തുനിന്നൊന്നും കഴിച്ചില്ല, കാരണം പുറത്തുനിന്ന് നമുക്ക് വേണ്ട ജ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് അകത്തുനിന്ന് നമ്മളങ്ങനെ ഒന്നും കഴിക്കാൻ നിന്നില്ല. പക്ഷേ നമ്മൾ അകത്തേക്ക് കയറാനായിട്ട്, അകത്തേക്ക് കയറാൻ മീൻസ് മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് 2 മണി വരെ ടൈം എടുക്കും വെയിറ്റ് ചെയ്യണമെന്ന് പറയുമ്പോഴേക്കും നമ്മൾ അത്രയും നേരം പുറത്താട്ടോ ചുറ്റിക്കറങ്ങുന്ന. ഒരു 3 മണിയായപ്പോഴാണ് ഫുഡ് കഴിച്ചത്. അപ്പോഴത്തേക്ക് നമ്മൾ നല്ലോണം ക്ഷീണിച്ചു, കാരണം അവിടെ ഫുൾ ഞാൻ പറഞ്ഞില്ല 54 ഏക്കറോളം. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ ഇറങ്ങി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ദിവസം കേട്ടോ. ഞാൻ അത്രയും എൻജോയ് ചെയ്തു, ഞാൻ അത്രയും ഹാപ്പി ആയി. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ജാനിനെ എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനും കൊണ്ടുപോകാനൊക്കെ പറ്റിയത്. അപ്പോൾ അതിൻ്റേതായ സന്തോഷവും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. ഈ ഗുഹ കയറിയത് സൂപ്പറായിരുന്നു കേട്ടോ. ഞാനിതിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് കയറാൻ പറ്റില്ല, മഴയൊക്കെ പെയ്ത് അത്യാവശ്യം വെള്ളമൊക്കെ കയറി കിടക്കണമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോഴേക്കും നല്ല രസം ഉണ്ടായിരുന്നു. ജാനിക്ക് ചെറുതായിട്ട് പേടിയാണെങ്കിലും നമ്മൾ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുഞ്ഞതാണ്, ഇപ്പുറത്ത് കയറി അപ്പുറത്തെങ്കിലും ഭയങ്കര, അതായത് നമ്മൾ കുഞ്ഞു തിങ്സിൽ നമ്മൾ ഭയങ്കര സന്തോഷം കണ്ടെത്തുമെന്ന് അറിയില്ലേ. ഞാൻ ഇതിന് മുന്നേയും പല പ്രാവശ്യം ഹിൽ പാലസ് പോയിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് പോയത് എനിക്ക് അത്രയും സ്പെഷ്യലായിരുന്നു. അതായത് ഒരു ഫസ്റ്റ് ടൈം ഞാൻ പോണൊരു ഫീൽ പോലെ ഞാൻ എല്ലാ സ്ഥലവും ഓരോന്നോരോന്ന് പോയി കണ്ട് ഓരോന്നിനെ കുറിച്ച് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് പോയതുപോലെ അത്രയും എൻജോയ് ചെയ്ത് പോയതാട്ടോ ഇന്നത്തെ ട്രിപ്പ്. രാവിലെ കാലുവേദനയാണ്, ഇന്നലെ അലിച്ചും കെട്ടി എവിടെയോ വീണ് കാലുവേദനയാണെന്ന് പറഞ്ഞ് കരഞ്ഞു നടന്ന ജാനി അവിടെ പോയപ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ട് ഓടി നടക്കണ്ടപ്പോൾ ഞാൻ ഹാപ്പിയായി. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷ്വലാണ് നമ്മളിവിടെ ഡൈനോസറിൻ്റെ അടുത്ത് പോയപ്പോൾ എടുത്തത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നമ്മളും രണ്ടുപേരും മാത്രമുള്ളൊരിത്. ആദ്യമൊക്കെ എനിക്കതിൽ ടച്ച് ചെയ്യാൻ വരെ പേടിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു, അപ്പോൾ നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്തു, ഡൈനോസറിൻ്റെ കാലിലൊക്കെ ഇരുന്നു, ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഫോട്ടോസൊന്നും നമ്മളിതിൽ ആഡ് ചെയ്യണില്ല കേട്ടോ. ഫോട്ടോസൊക്കെ നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിലിടും, വീഡിയോസ് മാത്രമേ ഇതിൽ ആഡ് ചെയ്യണുള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ കുറേ വിശേഷങ്ങൾ പറയാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ കുറേ കാര്യങ്ങളൊന്നും പറയാനും പറ്റില്ല. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടിയതാണ് ഊഞ്ഞാലിൻ്റെ ഒരു നാടൻ. ഞാൻ നല്ലപോലെ ചമ്മിപ്പോയി ഗൈസ്. ജാനിനെ ഊഞ്ഞാലിലിരുത്തി ഒന്ന് ആടണമെന്നും ആകാശം മുട്ടണ പൊക്കത്തിൽ ആടണമെന്നൊക്കെ നമുക്ക് ഭയങ്കരമായ കൊതിയുണ്ടായിരുന്നു. പക്ഷേ ഒരു കുട്ടി നമ്മളതിൽ ഊഞ്ഞാലിൽ കയറാനൊരു ചെറിയൊരു ലാഗ് വന്നപ്പോഴേക്കും അവൻ നമ്മളെ മറികടന്ന് കയറി. പിന്നെ അവൻ മാറി തരില്ല എന്ന് പറഞ്ഞു. കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്തു. അപ്പോൾ തന്നെ എന്നെ ജാനി കളിയാക്കാൻ തുടങ്ങി. ചിറ്റ ചമ്മിയേ ചിറ്റ 2-3 പ്രാവശ്യത്തിൽ കൂടുതൽ ചമ്മിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനും തകർന്നു പോയി. പിന്നെ നമ്മൾ ആ ഊഞ്ഞാൽ വേണ്ടാന്ന് വെച്ച് നടന്നു. പിന്നെ അവിടെ പല സ്ഥലങ്ങളിലും ഊഞ്ഞാലൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിലും ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഭാഗ്യത്തിനൊരു ഊഞ്ഞാൽ നമുക്ക് കിട്ടി. കുറച്ച് നേരം മാത്രം നമ്മളതിൽ ആടിയുള്ളൂ. അപ്പോൾ ഒരു കുട്ടി വന്ന് നിൽക്കണോണ്ട് ഞാൻ പറഞ്ഞു, ആ കുട്ടി ഇതേപോലെ നമ്മളെപ്പോലെ കൊതിച്ചിരിക്കണമായിരിക്കും, അതുകൊണ്ടൊക്കെ ഇറങ്ങാമെന്ന് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. അങ്ങനെ ഇത് നിങ്ങൾക്ക് ഈ വിഷ്വൽസ് കണ്ടാൽ തന്നെ മനസ്സിലാവും ജാനി എന്ത് ഹാപ്പി ആയിരുന്നു എന്ന് മനസ്സിലാവും. എന്നെ കൈപിടിക്കാനൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഈ കുളം കാണാൻ പോയപ്പോൾ കുട്ടിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇതെങ്ങനെയാണ് ഇവിടെ പ്രേതം ഉണ്ടായി, ഇവിടെയാണ് കുളിക്കുക. പിന്നെ ഇത് എന്ത് ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു എന്നറിയാമോ. ഇങ്ങനെ 2 കളറിൽ പേപ്പർ പൂ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ പോയിട്ട് 2 സ്ഥലത്തും നമ്മൾ വീഡിയോസ് എടുത്ത് ഫോട്ടോസ് എടുത്ത്. ജാനി അങ്ങനെ പെട്ടെന്ന് ചിരിക്കുന്ന ഒരാളല്ല, പെട്ടെന്ന് ഒരാളായിട്ട് കമ്പനി ആവുന്ന ഒരാളല്ല. അതുകൊണ്ടാണ് ഈ ഫോട്ടോസിൽ മുഖം ഇങ്ങനെ ഇരിക്കണത്. പക്ഷേ അതർവൈസ് ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കുറച്ച് ടൈം എടുക്കും ഇതാവാൻ. ഇത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെന്നപ്പോൾ എടുത്ത ഫോട്ടോ ആയതുകൊണ്ടാണ്, ചെന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആയതുകൊണ്ടാണ് അങ്ങനെ മുഖം ഇരിക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹാപ്പിയാണ്. പിന്നെ നമുക്ക് അവിടെ ചെന്നപ്പോഴേക്കും അത്യാവശ്യം അകത്തേക്ക് കയറാൻ നല്ല തിരക്കുണ്ട്. അതായത് 2 മണി അവിടെ വരെ വെയിറ്റ് ചെയ്തവരുടെ തിരക്കായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ മന്തി കഴിച്ച കട. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.